ഗുഡ് മോർണിംഗ് ഫ്രം വാഗമൺ. വെൽക്കം ടു ട്രാവൽ വൈബ്സ്. അപ്പോൾ നമ്മളിതാ ഇവിടെ വാഗമണിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് സൈറ്റ് സീനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് അടിപൊളി ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ആരും തന്നെ വീഡിയോസ് മടിയിരിക്കുന്നു അതിനുണ്ട് കേട്ടോ. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. അതേപോലെ അഭിപ്രായങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരുടെയും കമൻറ്റ്സ് കുറച്ച് കുറവാണ്. ആരും വല്ലാണ്ട് കമൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് എല്ലാവരും അടിക്കുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ കാഴ്ചയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന റിസോർട്ടാണിത്. റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു, പക്ഷേ ഇതാണ് ഇവിടുത്തെ വ്യൂ. 2 ഫ്ലോറായിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഇവിടെ തന്നെ കയറ്റിയിടാനും പറ്റി. ഓൾ സെറ്റാണ്. ലഗേജ് എല്ലാം പാക്ക് ചെയ്തു. റൂം ഇതായിരുന്നു. ഇന്നലത്തെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. ഇതാ പോവാ ഡ്രൈവർ സുഖമൊക്കെ സെറ്റാണ്. പോലെ യല്ല. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനിയിപ്പം എവിടെയെങ്കിലും പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളൂ. ഒരുപാട് നല്ല ഊട്ടിയിലൊക്കെ ഉള്ള പോലെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ അറബിക് ഫുഡോ കാര്യങ്ങളോ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സോ ഒന്നുമില്ല. എല്ലാം ഒരു നോർമൽ ടൈപ്പ് റെസ്റ്റോറൻറ്റ്സാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ന്യൂഡിൽസും സംഗതികളൊക്കെ കഴിച്ചിരുന്നത്. ഇവിടുന്ന് നോൺ വെജ് കഴിക്കാൻ എന്താ നല്ലൊരു മടി. അതുപോലെ ഇനിയിപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ വിചാരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലേക്ക് പോകണമെന്നാണ്. പിന്നെ വേറെ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. ഓരോന്നായിട്ട് കവർ ചെയ്ത് നോക്കാം. ഇതാണ് വാഗമൺ ടൗണ്. ഇതാണ് മൊട്ടക്കുന്ന് ഏരിയ. നമ്മളവിടെ എൻട്രി കൊടുത്ത് കയറി പോകുന്ന സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് ഓഫ് റോഡ് കയറുന്ന ഏതെങ്കിലും റൂട്ട് നോക്കിയിട്ട് കയറി നോക്കാം.
അപ്പോൾ ഇതാണ് മൊട്ടക്കുന്നിൻ്റെ മുകളിലുള്ള വ്യൂ. മൊട്ടക്കുന്ന് നമ്മുടെ ഒഫീഷ്യൽ കുന്നായിട്ടുള്ളത് അതാണ്. അതിനോട് ചേർന്നിട്ടുള്ള കുന്നുകൾ തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ ഇതിലങ്ങോട്ട് കയറി വന്നതാണ്. നമ്മളിവിടെ ഒരു എൻട്രി ഉണ്ട്. ഇവിടുത്തെ വ്യൂ ആണിത്. ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റും തങ്കളുപ്പാറ എന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ ഇതാണ് പൈൻ വാലി ഫോറസ്റ്റിലേക്കുള്ള വഴി. അപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്ക് ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വിടില്ല എന്നവർ പറഞ്ഞു. ഇവിടെ ടിക്കറ്റും ഉണ്ട്. ഇതാണിത് ടിക്കറ്റ് റേറ്റും കാര്യം. ഇതാണ് പൈൻ ഫോറസ്റ്റ്, പൈൻ വാലി. ഇവിടെയൊക്കെ റോഡ് ട്രാക്ക് ഉണ്ട്, പക്ഷേ വണ്ടി കയറ്റി വിടുന്നില്ല. വണ്ടി കയറ്റിയിരുന്നെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. മഴയുള്ള സമയത്ത് നല്ല വെള്ളം വരാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനി അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മൾ ഉളുപ്പുണി ഓഫ് റോഡ്, അതായത് ഉളുപ്പുണി ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇതേപോലെ ഒരു 4 കിലോമീറ്റർ ഈ റോഡിന് പോകണം. എന്നിട്ട് ഡൈവേർഷൻ എടുത്തിട്ട് പോകണം. അവിടെ തന്നെ വേറെ 2-3 സ്പോട്ടെല്ലാം ഉണ്ട്, നമുക്ക് പോയി
അപ്പോൾ ഇവിടെ ഉളുപ്പുണി പുൽമേടിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. ഇനി ഇത് അങ്ങോട്ട് മുകളിലായിട്ട് കയറിയിട്ട് പോകണം. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഈ ഒരു മുട്ടക്കുന്നിൻ്റെ പുൽമേടിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയതാ അടുത്ത ആ കുന്നിന്റെ മുകളിലേക്ക് ഇനി പോവാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ്, അത് നല്ല കയറ്റാണ്. സ്ട്രെയിറ്റും പോവാം ചെരിഞ്ഞിട്ടും പോവാം. 2 റൂട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് കയറി നോക്കാം, എന്താ അതിന്റെ പെർഫോമൻസ് നോക്കാലോ. നല്ല സ്റ്റീപ്പാണ്. ഇത് പക്ക ഹാർഡ് ടെറൈൻ ആണ്. നോക്കാം നമുക്ക്. തട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കണുണ്ടോ? എൻ്റെ അമ്മ
അപ്പോൾ നമ്മളിപ്പം പോയി വന്ന കുന്ന് വെള്ളാരം കുന്ന് എന്ന് അങ്ങോട്ട് പറയാം. അവിടേക്കുള്ള ഡൈവേഷൻ ഇതാ ഈ പള്ളിയുടെ അടുത്ത് നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ചെറിയ 2 കടകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റാണ്. ഒരു വാട്ടർ ക്രോസിങ്ങും അതുപോലത്തെ ഇതാണ് ഇവിടെ നിന്നുള്ള റോഡ്. ഏകദേശം 1 കിലോമീറ്ററോളം പോയാലാണ് നമ്മൾ ആ റിസോർട്ട് കിട്ടുക. അവിടുന്ന് പിന്നെ ലെഫ്റ്റ് എടുത്തിട്ട് പോകണത് ഗ്രീൻ ഹിൽസ് ആണ്, ഗ്രേ ഹിൽ അല്ല, ഗ്രീൻ ഹിൽസ് റിസോർട്ട് ആണ്. ഇവിടെ ആളുകൾ വണ്ടിയൊക്കെ കയറുന്നുണ്ട്. റിവർ ക്രോസിങ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയും പെയ്യുന്നുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി ലൊക്കേഷൻ. മഴ കൂടുമ്പോൾ ഇനി എന്താവും എന്നറിയില്ല. നമ്മൾ ഒരു ടണലിലേക്ക് പോവാണ്. നല്ല കിടക്ക മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട് നന്നായിട്ട്. പോയി നോക്കാം. വലിയ ഓഫ് റോഡൊന്നുമില്ല ഇവിടെയൊക്കെ. പക്ഷെ തിരിച്ചു കയറെങ്കിൽ എന്തായാലും 4x4 മസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ടണൽ. വണ്ടി ഇവിടെ വരെ പോവുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് വിടില്ല. പക്ഷെ നല്ല മഴയാണ്. ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കട്ടെ പോകാൻ പറ്റുമെന്നുള്ളത്. ഇല്ലെങ്കിൽ തിരിച്ചു പോകണം. കാരണം വണ്ടിക്കാരൊക്കെ പറഞ്ഞു മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നോക്കാം, നമുക്ക് കുറച്ച് നേരം 5 മിനിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരാണ്. തിരിച്ചിനി നേരെ മൂവാറ്റുപുഴ റോഡിൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലേക്ക് പിടിക്കണം. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം പോകേണ്ടി വരും. 4 കിലോമീറ്റർ ഇതേപോലുള്ള റോഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് മെയിൻ റോഡ് വരുന്നുണ്ട്. അപ്പം ഇനി നേരത്തെ ഇറങ്ങിയ ഇറക്കങ്ങളൊക്കെ എന്താവും എന്നുള്ള അറിയില്ല. ചില സ്ഥലത്തൊക്കെ നല്ല സ്റ്റീപ്പ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇനിയിപ്പോൾ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. ഏതോ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാന്ന് തോന്നുന്നുണ്ട്. കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളി വ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. നല്ല ഹൈറ്റുള്ള മലയാണ്. ഈ ഒരു ടീ ഗാർഡന്റെ മുകളിലേക്കുള്ള വഴിയായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നത്. ഇവിടെ അവരുടെ ഓഫീസും കാര്യങ്ങളും ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ കാണുന്നുണ്ട്. അവിടെ മഴയുണ്ട്, അതുകൊണ്ട് അധികം കിടന്ന് ഇറങ്ങുന്നില്ല. തിരിച്ചിറങ്ങാം. നല്ല കിടിലൻ ലൊക്കേഷൻ ഇത്. വരുന്ന വഴിയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ റോഡ് ഒക്കെ കാണുമ്പോൾ അങ്ങ് കയറി നോക്കുകയാണ്.
കാരണം ഇവിടെ നമുക്ക് മുന്നേ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ വാഗമണിൽ. നല്ല കാറ്റാണ്, അതുപോലെ തന്നെ വണ്ടിയൊന്നും പറയാനില്ല കേട്ടോ. ഈ പാറയെല്ലാം സുഖമായിട്ട് കയറി പോകുന്നു, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ എത്തി. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകുന്നായിരുന്നു. പിന്നെ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കാണാത്തതുകൊണ്ട് താഴെ ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന് കരുതിയായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം 4:30 മണിയായി. ഇനി നേരെ നാട്ടിലോട്ട് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഏകദേശം നാട്ടിലെത്താനായി. ഇപ്പം സമയം ഓൾമോസ്റ്റ് 11:45. അതിലിപ്പം പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, തൊടുപുഴ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഓവറോൾ ഇപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ലോങ് ഡ്രൈവ്, ഓഫ് റോഡും ലോങ് ഡ്രൈവും എല്ലാം ചെയ്ത ട്രിപ്പായിരുന്നത്. ഇതിൽ വണ്ടിയുടെ ലോങ് ഡ്രൈവ്, അതായത് ഇപ്പം നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ലോങ് ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ വണ്ടിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും. അത് ഇന്നത്തോടുകൂടി ഞങ്ങൾക്ക് ശരിക്കും തീർന്നു. അതായത് ഇപ്പം ഏകദേശം 600 കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ചു. വളരെ കംഫർട്ടായിരുന്നു, ഒന്നും പറയാനില്ല. നമുക്ക് ആ ഒരു ചെറിയ ഡ്രോബാക്ക് മാത്രം ഉണ്ടായിരുന്നത് ആ ഒരു ചൂടിൻ്റെ സംഗതിയാണ്. നല്ല ഉച്ച വെയിലത്ത് പോകുമ്പോൾ അത് തന്നെ ഒരു പരിധിവരെ AC കൂട്ടി വെച്ചാൽ ആ ഒരു സമയത്തൊന്ന് ഫാനെല്ലാം കൂട്ടി വെച്ചാൽ അത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കി എന്താ പറയുക, യാത്രാക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. വൈബ്രേഷനും കുറവ് തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാ ടെറേനിലും ഓടിച്ചു, മീൻസ് നല്ല കുന്നും മലകളൊക്കെ അതും കയറി, അതേപോലെ തന്നെ സിറ്റിയിലും എല്ലാം ഓടിച്ചു. ഇപ്പം സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഈ ഒരു ഗിയറിൻ്റെ അത് മാത്രമാണ്. മീൻസ് ബുദ്ധിമുട്ടായിട്ട് പറയാനല്ല, പക്ഷെ മാനുവൽ ഗിയർ, പ്രത്യേകിച്ച് 6 ഗിയർ വരുന്നതുകൊണ്ട് ഗിയർ ഷിഫ്റ്റിങ് വല്ലാണ്ട് എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നു. അപ്പോൾ അത് മിക്കവാറും ഈ ഓട്ടോമാറ്റിക് വണ്ടി ആകുമ്പം ആ ഒരു പ്രശ്നം തീരും ചെയ്യും. പക്ഷേ ഈ ഓട്ടോമാറ്റിക് വണ്ടീൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ ഫെസിലിറ്റി കൊടുത്തത് ഓട്ടോമാറ്റിക് ഗിയറിൽ എന്നുള്ള അറിയില്ല. കാരണം ഞാനിതുവരെ ഒരു വണ്ടി പോലും ഓടിച്ചു നോക്കിയിട്ടില്ല, ഈ താറിൻ്റെ ഓട്ടോമാറ്റിക് വണ്ടി. ബാക്കിയെല്ലാം ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ അതൊരു മെയിനായിട്ടൊരു പ്രശ്നം വരില്ല, നമ്മൾ ഈ ഒരു ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഓവർ സ്പീഡ് കയറുന്നതും ഗിയർ ഓവറായിട്ട് ഡൗൺ ആയി പോകുന്നത്, 5th ഗിയർ 6th ഗിയറിലേക്കൊക്കെ പോകുന്നതൊക്കെയാണ് പ്രശ്നം. അതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ ഓൾറെഡി ഇറാമിൻ്റെ ടീമായിട്ട് സംസാരിച്ചിരുന്നു. അവർ ഓട്ടോമാറ്റിക് വണ്ടി ഇറങ്ങിയാൽ അവരോടനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാതെ. അതുപോലെ തന്നെ ബാക്കിയൊന്നും പറയാനില്ല. ഒരു ഫാമിലി വെഹിക്കിളായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു ലോങ് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു SUV എന്ന നിലയിൽ താറ് 100-90 മാർക്ക് നമുക്ക് കൊടുക്കാം. ഒന്നും പറയാനില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. പിന്നെ ട്രിപ്പിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു, സുഖമായിട്ട് പോയിട്ട് വന്നു. ആ ഒരു മഴ പെയ്ത കാരണത്താൽ ആ ടണലും അങ്ങനെ അവിടെയുള്ള 1-2 സംഗതികൾ പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങായിരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ന്യൂ ഇയറും കൂടി ആയതുകൊണ്ട് അവിടെ ഇനിയിപ്പോൾ ഇന്നും കൂടി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇന്നലെ തന്നെ ചെന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു റൂമൊന്നും അവൈലബിൾ അല്ല ഇന്നത്തെ ഡേറ്റിൽ. അതുകൊണ്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്നു നമ്മൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.